ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളപ്പോൾ ഇപ്പോൾ ഇബ്രയിലാണ് കേട്ടുള്ളത്. അപ്പോൾ മാർച്ച് 10-നാണ് എക്സാം കഴിയുക. അപ്പോൾ 10-ാം തീയതി വരെയും ഞങ്ങളിവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് നടക്കാൻ ഇറങ്ങിയിട്ട് പോയത് ലണ്ടനിലേക്കാണ്. ലണ്ടൻ ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. അവിടെ ഇന്നലെ എടുത്ത ടോപ്പ് ചേച്ചിക്ക് മാറ്റണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് ലണ്ടൻ സെൻറ്റർ. നൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല തിളങ്ങും. അപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് കടൽ പോലെയാണ് കേട്ടോ തോന്നിയത്. നീല ശരിക്കും കടലിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്താ, ഞങ്ങളപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. ഇബ്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ചൂടായി തുടങ്ങി. ഈന്തപ്പനകൾ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈന്തപ്പന പൂക്കുമ്പോൾ അറിയാം ചൂട് ശക്തിയാവാറായിട്ടുണ്ട് എന്നുള്ളതിന് സൂചനയാണ് ഈന്തപ്പനകൾ പൂക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ലണ്ടൻ സെൻറ്ററിലേക്ക് കയറി. അപ്പോൾ ഇവിടെയാണെങ്കിൽ 100 പൈസ തൊട്ട് 1.5 റിയാൽ വരെയാണ് ഏത് ഐറ്റംസ് എടുത്താലും കേട്ടോ. അതിന് മേലേക്കുള്ളതൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഒരുപാട് പാത്രങ്ങളും നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ചീനച്ചട്ടി ചെറുത് വാങ്ങിച്ചായിരുന്നു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളപ്പോൾ മുകളിലേക്ക് കയറി. ലണ്ടൻ സെൻറ്ററിൻ്റെ മോൾ ഭാഗമാണത്. അപ്പോൾ അവിടെ റെഡിമെയ്ഡ്സ് ഒക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി നടന്ന അമ്മൂനൊരു സെറ്റാണ് അടുത്ത്. എന്നിട്ട് അതിന് കോഡ് സെറ്റ് എന്നാണ് പറയുക, അങ്ങനെ എന്തോ ഒരു സെറ്റ്. അപ്പോൾ അത് വീട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് നോക്കിയപ്പോൾ അത് ഇഷ്ടമായില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നെടുത്തുകൊണ്ട് വരും. പിറ്റേ ദിവസം അത് മാറ്റാൻ കൊണ്ടുപോകും. ഇത് തന്നെയാണ് പരിപാടി ഇപ്പോഴത്തെ. പിന്നെ പായല്ലേ മറ്റേ ഷീറ്റാണ്. വൈറ്റ് സോക്സ് വാങ്ങിച്ചിട്ട് ആ ഷൂവിൻ്റെ ഉള്ളിലിട്ട് ഒരു ദിവസം ഇട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കളറും. അതെ, നൈറ്റി ഉണ്ട് കേട്ടോ. കണ്ട് തന്നെ ഇടയിൽ ഓരോന്നിടണ്ടാണല്ലേ. ചുരിദാർ പീസ് മറ്റേ ഒമാനികളുടെ ആണോ? ഇത് ഇവരിടുന്ന ഒമാനീസ് നല്ല കൂളിങ് ആണ് തുണിക്ക്. 1,500 അതെല്ലാം അവിടെ എത്രയായിരുന്നു? 2 സംതിങ്. ഇതൊക്കെ 1,500. തയ്ച്ചതല്ല, ഇന്നലെ അവിടെ കണ്ട്. ഇത് പക്ഷേ നമുക്ക് നൈറ്റ് തിന്നാൻ പറ്റില്ലേ? എന്തോണല്ലോ ആക്കാം. ഇത് ചുരിദാർ അടിക്കാനും ബാക്കിയുണ്ടല്ലോ. അവിടെ നടക്കണേ കുഴപ്പമില്ല. ക്ലിയർ ഇല്ല. ചോളം അവിടെ മേടിക്കുക. ചോളം അല്ല, അന്ന് 400 രൂപ അവിടെ കിട്ടത്. തിരിച്ചു കൊണ്ടിട്ട് വരാമോ മാറ്റാനായിട്ട്? പേടിച്ചു. ഞാന് പെട്ടെന്ന് ഓണടിക്കില്ല. ഇവിടെ ഹോണടിക്കും. അടിക്കുന്നവരുണ്ട്. ഇതായി
അപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പുറത്തെ ഫ്ലാറ്റുകളാണ് താമസിക്കുന്നത്. എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇത് ഒരു റോഡാണ് കേട്ടോ, ചെറിയൊരു റോഡ്. അതിനപ്പുറത്താണ് എമിറേറ്റ്സ് റോഡ്, ബാക്ക് സൈഡാണിത്. അപ്പം ഞങ്ങൾ ഈ ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത്. എല്ലാ ഫ്ലാറ്റിൻ്റെ ഹോട്ടലുകളൊക്കെ അപ്പുറത്തെ സൈഡാണ്. ഇപ്പുറത്തെ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ഇബ്രയാണ് അലായ എന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നെ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലേ മക്കേ പോകണം, അല്ലെങ്കിൽ ഫൈഹേ പോകണം. അപ്പോൾ റോഡ് കവർ ചെയ്ത് പോകണം, അങ്ങനെയാണ്. പിന്നെ എല്ലാവരും വരുന്നത് അപ്പുറത്തെ സൈഡാണ്. വൈകുന്നേരം ആകുമ്പോൾ മീനൊക്കെ വരുന്നത്. അപ്പോൾ അപ്പുറത്ത് തുർക്കിഷ് ഫുഡ് ഉണ്ട്. പിന്നെ ഹോട്ടലുകളെല്ലാവരും അപ്പുറത്താണ് ഉള്ളത്. അപ്പോൾ എമിറേറ്റ്സിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. എമിറേറ്റ്സിൻ്റെ അതിന് ബാക്കിലാണ് ഞങ്ങൾ. അതിൻ്റെ സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ് ബാക്കിലുള്ളത്. ഹൗസ് ഓണറല്ല, ഹൗസ് മേഡേ. നമ്മളുടെ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നവരില്ലേ? ഇവിടെ ആകെ ഉണ്ടാവണ ആ മരമാണ്. ഞാനേ പഴുത്തതൊരെണ്ണം കഴിച്ചു നോക്കിട്ടാ. അപ്പൊ ശരിക്കും കാരക്കയുടെ ടേസ്റ്റ് തന്നെ. അത് നീളന്നല്ലേ ഉണ്ടാവാറ്? നോക്കിയേ. അതെ, ഞാനിത് കഴിച്ചു നോക്കി. കാരക്കയുടെ ടേസ്റ്റ് തന്നെ. ഉണ്ടല്ലേ അന്നാ പെണ്ണ് അരളിയുടെ അല്ല കടിച്ചിട്ട് മരിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഇബ്രയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ. തിളങ്ങണില്ലല്ലോ ഇന്ന്. അത് കുറച്ചും കൂടി ആകുമ്പോൾ ഒരാളുണ്ടല്ലോ മുകളിൽ. എൻ്റെ പണിയുണ്ട് അവിടെ.